ഓഫ് ഒന്നും ചെയ്തില്ല. ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. ഇത്ര സ്പീഡിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ അവിടുന്ന്? എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറട്ടെ. കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ. മോളിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മുഖത്തിരിക്കണത്? എവിടെ ദേഹിരിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ? ദൈവമേ, എവിടുന്ന്? സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവില്ലാത്തവരോ കാണിക്കുന്നേ? അയ്യടാ, ഇളിക്കുന്നോടി കോരങ്കത്തി നിന്റെ. സ്വാമിക്ക് നോക്കി നടന്നൂടെ? ഇവിടെ മനുഷ്യൻ വഴി നടക്കുന്നിടത്താണോ കയറുകൊണ്ട് കെട്ടുന്നത്? അഴിച്ചു വിടണോ? ഞാനല്ല കെട്ടിയത്. താൻ കെട്ടിയാലേ അഴിച്ചു വിടണോ? അഴിച്ചു വിടണോ? പട്ടറിൽ പൊട്ടനില്ലാന്ന് ആരാ പറഞ്ഞേ? ഇതന്നെയല്ലേ ഈ പൊട്ടന്മാര്. പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തേക്ക് വേണ്ടട്ടോ. എന്താ? ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത്? എന്താ? എന്റെ പശുവിനെ ആരാ അഴിച്ചു വിട്ടതെന്ന്? പശുവിനെ അഴിച്ചു വിട്ടോ? ആര് പശുവിനെ അഴിച്ചു വിട്ടു? ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടതെന്ന്. പശുവിനെ അഴിച്ചു വിട്ടു. അതെ, പശുവിനെ കെട്ടേണ്ട തൊഴുത്തില്ല, അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്നിടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട. വേഗം എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. അതെന്താ പശുവിന് പാലാ കൊടുക്കണേ? ചിരിക്കുന്നു. അല്ലാതെ പിന്നെ കരയണോ? കളിക്കാണ്ട് പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടോടെ. ഇങ്ങനാണോ ഈ പശുവിനെ വളർത്തണത്? നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ. എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ. കടിച്ച ചവിട്ട് ഇഞ്ച പോലെ ആക്കിയേക്കണു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കണി. കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത്. എടി, മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ? ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. അത് എന്നോടല്ല, ഇവരോട് ചോദിക്കേ. ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത്. അത് ശരി. ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ? അതെ, പശുവിന് വല്ലപ്പോഴൊക്കെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നെന്ന് വരും. അതുകൊള്ളാം. ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത്. വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പ്രശ്നമാവും. പറഞ്ഞേക്കാം. എന്തിനാ പുതിയത്? ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്താ പോരെ? റിപ്പയർ ചെയ്ത് താൻ തന്നെ ഇട്ടോ. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ. മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത്. അടിയിൽ വേറെയും സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പിന്നെ എന്ത് കാണാനാ? ഇങ്ങോട്ട് മാറിയിട്. നീ എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. മാറോടെ. വേണ്ട 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 വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പുതിയ ചുരിദാർ. ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും. എനിക്കല്ല, എന്റെ മോൾക്ക്. അതെ, മൾക്ക് തന്നെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇങ്ങോട്ടാണോ? ഇതും കൊണ്ടുപോയേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അതാണ്. ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും താമസിക്കുന്നില്ല. പറഞ്ഞേക്കാതെ.
ഇങ്ങോട്ട് പാടി. അപ്പോഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? പോയാലെന്താ? എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം പശു എന്താ ഉണ്ടാക്കി നാട് വിട്ട് പോയിരിക്കാ? അത് തിരിച്ചു വന്നോളൂ. പറയേ. ദേ അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ, അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും. ജോസഫേ എന്ത്? വന്നേ. എന്തിനാടോ പശുവിനെ അഴിച്ചു വിട്ടത്? സ്വാമി പറഞ്ഞിട്ടല്ലേ ഞാൻ ഞാൻ പശുവിനെ പറഞ്ഞാൽ ഉടനെ അഴിച്ചു വിടും അല്ലേ? അഴിച്ചു വിടും. എന്തൊരു അനുസരണ, എന്തൊരു അനുസരണ. ആ. ഇവിടെ ആ ദേ നിക്കണു ദേ. പോയി പിടിച്ചോണ്ട് ഓ, വന്നു. അതെ പശുവിനെ പിടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. സ്വാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. നീ വാടി. ആ. വാ. വാ. അയ്യോ സ്വാമി, പശു സ്വാമി തത്ത് മറിച്ചാട്ടായിരുന്നത്. നേരെയാക്കിയിട്ട് ഓടുന്നു. അയ്യോ ദേ വട്ടപ്പിള്ളി, ഓടി വായോ. വട്ടപ്പിള്ളി ഓടിന് വെളിയിൽ വീട്, ഓടി വായോ. എല്ലാരും ഒന്ന് ഓടി വന്നേ, വേഗം വാ. ദേ വട്ടപ്പിള്ളി വീട് കിടക്കുന്നേ, ഓടി വാ. എല്ലാരും കൂടി നോക്കി കടന്ന് പൊക്കിയെടുത്തേ. സ്വാമി ആള് വടിയാ ഇന്ന് തോന്നണേ. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ലേ.